ഹായ് കൂട്ടുകാരെ, സുഖാണോ എല്ലാവർക്കും? ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ 10 ദിവസമായി മഴത്തുള്ളികളുടെ പുറകെയാണ്. മഴത്തുള്ളികൾ, ഒരുപാട് നല്ല നല്ല മഴത്തുള്ളികൾ എനിക്ക് നമ്മുടെ ഈ ചെറിയ ഫോൺ ഉപയോഗിച്ച് ഒപ്പിയെടുക്കാൻ പറ്റി. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണ് ഹോണറിൻ്റെ 9 ലൈറ്റ് എന്ന ഫോണാണ്. ഇത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ മഴത്തുള്ളികളൊക്കെ ഒപ്പിയെടുത്തത്. ഒരുപാട് നല്ല നല്ല മഴത്തുള്ളികളുടെ ചിത്രങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. അതേപോലെ ഞാൻ ഈ മഴത്തുള്ളി എങ്ങനെയാണ് ഒപ്പിയെടുക്കുന്നത് എന്നുള്ളത്, ചെറിയ 1-2 മഴത്തുള്ളികൾ ഒപ്പിയെടുക്കുന്നത് കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ ഇതിനു മുമ്പേ ഫേസ്ബുക്കിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത ഒരുപാട് ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരുപാട് പേര് ഫേസ്ബുക്കിലും മറ്റും എന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വലിയ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഈ ചിത്രങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിലുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ആക്റ്റീവ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കെന്നാൽ കുറച്ച് മഴത്തുള്ളികൾ തേടിപ്പോയാലോ. ഇന്നലെ രാത്രി വലിയ മഴയൊന്നും പെയ്തിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാം. കുറച്ച് തുള്ളികൾ നമുക്ക് കിട്ടാതിരിക്കില്ല. ഇവിടെ ഒരു കുറച്ച് മഴത്തുള്ളി ഉണ്ട്, ഇതൊന്ന് നമുക്ക് ഒപ്പിയെടുക്കാം അല്ലേ. ഓക്കെ, നമ്മുടെ മഴത്തുള്ളി ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഫ്രെയിം നോക്കണം. മഴത്തുള്ളി ആകുമ്പോൾ നമ്മുടെ ആ ലൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന രീതിയിൽ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡാർക്ക്നെസ്സൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്യണം. ഏത് വ്യൂവിൽ എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങോട്ട് ചെയ്താൽ ഇവിടെ ലൈറ്റ് കളറാണ്, അപ്പോൾ അത്ര തന്നെ ഭംഗി ഇതിന് ഫീൽ ചെയ്യില്ല. ചിത്രം ഒന്നുകൂടി നല്ല ഡെപ്ത്, നല്ല ഫീൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡാർക്ക് ഗ്രീനിഷ് ബാക്ക്ഗ്രൗണ്ടുള്ള ആ ഒരു സൈഡിലേക്ക് ഞാൻ ചിത്രത്തിന് ഫ്രെയിം സെറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് മാക്സിമം എത്രയാണോ നമുക്ക് ആ സൈസ് ആവശ്യമുള്ളത് ആ ലെവലിലേക്ക് മഴത്തുള്ളീൻ്റെ അടുത്തേക്ക് ഫോൺ കൊണ്ടുവരികയും അതുപോലെ സൂം ചെയ്യുകയും ചെയ്യുക. തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് സൂം ചെയ്താൽ കിട്ടില്ല. അതങ്ങനെ നമുക്ക് മഴത്തുള്ളിയെ ബ്ലറായിട്ടാണ് കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ടാണ് ചിത്രം ക്ലാരിറ്റി ഉള്ളത്. ഇങ്ങനെയായിരിക്കും നമുക്ക് തുടക്കത്തിൽ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മഴത്തുള്ളീനെ നമ്മുടെ ഫ്രെയിമിലേക്ക് ക്ലാരിറ്റിയിൽ കൊണ്ടുവരണം, സൂം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മഴത്തുള്ളിയുള്ള തണ്ടിനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അവിടേക്ക്. ഇപ്പോൾ നമുക്ക് മഴത്തുള്ളി സൂമായി കിട്ടുന്നുണ്ട്. ഇനി വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ മഴത്തുള്ളിയിൽ കാറ്റ് വരുന്നുണ്ട്. നമ്മുടെ മഴത്തുള്ളി കൊഴിഞ്ഞു പോകുമെന്നറിയില്ല. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു നിമിഷം ശ്വാസം വിടാതെ ചെയ്താൽ അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ഫ്രെയിമിലാണ് മഴത്തുള്ളി എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു സ്നാപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ടോയെന്ന്. അത്ര തന്നെ പെർഫെക്റ്റ് അല്ല, നമുക്ക് ഒന്നുകൂടി ശ്രമിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച പിക്ചർ നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ 3-4 ഒക്കെ സ്നാപ്പ് എടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ആണോ? കുഴപ്പമില്ല അല്ലേ? ഒരു മഴത്തുള്ളി ഇപ്പം നമുക്ക് കിട്ടി. ഇനി ഒന്നുകൂടി വ്യത്യസ്തമായിട്ടുള്ള മഴത്തുള്ളി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കാണുന്നതാണ്. കൊച്ചു പൂന്തോട്ടം എന്നർത്ഥം വരുന്ന ചെറുവാടി എന്ന ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു.
ചെറിയ ഒരു മഴത്തുള്ളിയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പശ്ചാത്തലത്തിൽ വാഴത്തോട്ടാണ്. അതിൻ്റെ പുറകിൽ നമ്മുടെ ഒരു വള്ളീൻ്റെ മേലെയുള്ള ചെറിയൊരു മഴത്തുള്ളിയാണ് നമ്മൾ ഒപ്പിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ കാണാൻ നമുക്ക് ഏകദേശം നമ്മൾ എടുക്കുന്ന മഴത്തുള്ളി സെൻറ്ററായി വരുന്ന രീതിയിൽ ആദ്യം ക്യാമറ ഫ്രെയിം ചെയ്ത് വെക്കുക. ശേഷം നമ്മുടെ മഴത്തുള്ളി നമുക്ക് സൂം ചെയ്തൊന്ന് കിട്ടുമോ നോക്കാം. അപ്പോൾ മഴത്തുള്ളി ഫോക്കസ് ചെയ്ത് കിട്ടണം ആദ്യം, അത് ശ്രമിക്കുക ആദ്യം. ഓക്കെ, പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് കുറഞ്ഞ സമയം നമുക്ക് അത്ര ടൈറ്റ് ഫോക്കസ് കിട്ടുള്ളൂ. ആ കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് പോകണം. ഫ്രെയിമിൻ്റെ സെൻറ്ററിലേക്ക് മഴത്തുള്ളി കൊണ്ടുവന്നു. കുറേശ്ശെ മഴത്തുള്ളി നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഒറ്റ സ്നാപ്പ്. ഓക്കെ, നമുക്ക് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വളരെ ചെറിയൊരു മഴത്തുള്ളിയായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ നേരത്തെ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് മഴത്തുള്ളികളെ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. കഴിഞ്ഞ 11 ദിവസമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല നല്ല മഴത്തുള്ളികൾ ചിത്രം ഞാൻ ഈ വീഡിയോൻ്റെ ശേഷം നിങ്ങളെ കാണിക്കുന്നുണ്ട്. എല്ലാ ചിത്രങ്ങളും കൂട്ടുകാർ കാണണം, അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.